ശരിക്കും ഈ വിഗ്രഹം ശബരിമലയിൽ പ്രതിഷ്ഠിക്കേണ്ടതായിരുന്നു. വട്ടിയൂർക്കാവിലെ ഇവിടുത്തെ അന്ന് പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹമെടുത്ത് അവിടുത്തെ കിണറ്റിൽ അതിനുപയോഗിച്ച വിഗ്രഹമാണ്. എന്തോ കാരണം കൊണ്ട് അത് ശബരിമലയിൽ പ്രതിഷ്ഠിച്ചില്ല. അതുകൊണ്ട് ഏതൊരാളിനും ഇവിടുത്തെ വിഗ്രഹവും അയ്യപ്പൻ്റെ വിഗ്രഹവും നോക്കിയാൽ ഒരേ അളവും ഒരേ രൂപവും ഒരേ ഭാവവുമാണ്. ആ കാടിനുള്ളിൽ ഒരു വട്ടി കണ്ടു. അപ്പോൾ ആ വട്ടിയുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ അതിനകത്തൊരു കല്ലിരിക്കുന്നു. അപ്പോൾ അവർ ആ കല്ല് മാറ്റിയിട്ട് ഈ വട്ടി എടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് അതെടുത്ത സമയത്ത്, കാരണം അവരുടെയൊക്കെ ആദ്യത്തെ ശമ്പളം 1 രൂപ പോലും എടുക്കാതെ നിരവധി ആൾക്കാർ അവിടെ അമ്പലത്തിൽ കൊണ്ടുവന്ന് സംഭാവനയായി സമർപ്പിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ചോദിക്കുമ്പോൾ അവരുടെ അനുഭവം പറയുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ എങ്ങനെ പോയൊരു 100 സ്വർണ്ണത്താലി കൂടുതൽ അമ്മയ്ക്ക് ഇതായിട്ട് കിട്ടാറുണ്ട്. ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ വിമുക്തമാക്കണമെന്നുള്ളത്. അമേസിംഗ് ഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ഥിരമായി കാണുന്നവരെല്ലാവരും നല്ല കമൻറ്റുകൾ തരണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വിഷയമാണ്. ചില ക്ഷേത്രങ്ങൾ നമ്മൾ അവിടെ പോയതായിരിക്കാം, നമ്മൾ ചില സമയത്തൊക്കെ ദർശനമൊക്കെ കഴിഞ്ഞ് വരും, പക്ഷേ അതിനൊരു ചരിത്രമുണ്ടാവും. നമ്മളുടെ ചിന്തകൾക്കപ്പുറമായിരിക്കും ആ ചരിത്രം. അറിയാതെ കുറേ ചരിത്രങ്ങൾ പല ക്ഷേത്രങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു ക്ഷേത്രമാണ് വട്ടിയൂർക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ മുഖ്യ കാര്യദർശിയാണ് സുധാരൻ ചേട്ടൻ. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ക്ഷേത്രത്തിൽ ഞാനും വരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇത്രയും കാലം അവിടെ വന്ന് ഭജന പാടിയിട്ടുണ്ട്, ക്ഷേത്രത്തിൽ തൊഴുതിട്ടുണ്ട്, ഇപ്പോൾ പുനരുദ്ധാരണം നടക്കുന്നത് അന്നൊക്കെ വന്നിട്ടും ഇങ്ങനൊരു ചരിത്രം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതാണ് എന്നെ ഈ വീഡിയോ ചെയ്യാനായിട്ട് കൂടുതൽ പ്രേരിപ്പിച്ചത്. കാര്യം നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ചരിത്രമുള്ളൊരു ക്ഷേത്രം അതറിയപ്പെടാതെ പോകരുതെന്നുള്ളൊരു ആഗ്രഹമാണ്. കൂടുതൽ നമ്മളെ വീഡിയോ എല്ലാം അങ്ങനെയാണ്. ഹിന്ദുധർമ്മവും നമ്മളെ സനാതനധർമ്മവും ക്ഷേത്ര പാരമ്പര്യവും ഒക്കെ പറഞ്ഞു പോകുന്നൊരു ചാനലാണ്. എങ്ങനെയാണ് വട്ടിയൂർക്കാവിൽ ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇങ്ങനൊരു ചരിത്രം അതെങ്ങനെ വന്നു? ഈ വട്ടിയൂർക്കാവ് എന്നുള്ള പേര് തന്നെ നമുക്ക് ഇപ്പോൾ വന്നതാണ്. അതെ, നേരത്തെ ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് വട്ടിക്കാവ് എന്നാണ്. അതിനാണ് ഒരു ചരിത്രമുള്ളത്, ഒരു ഐതിഹ്യമുള്ളത്. അതായത് മുമ്പ് ഈ കാൽനടയായിട്ടാണല്ലോ ആൾക്കാർ കച്ചവടത്തിന് സാധനങ്ങളുമായി കൊണ്ടുപോകുന്നത്. അപ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ അവരുടെ ചുമട്, ഈ വട്ടിയൂർക്കാവ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു ചുമട് താങ്ങി ഉണ്ടായിരുന്നു. ആ ചുമട് താങ്ങിയിൽ അവരുടെ സാധനങ്ങൾ, മരിച്ചിനി അതേപോലുള്ള സാധനങ്ങൾ ഇറക്കി വച്ചതിന് ശേഷം, കാരണം നല്ല ഘോരമായ വനമാണ്, കാടാണ്. അപ്പോൾ അവർ മലമൂത്ര വിസർജനം എന്തോ നടത്താൻ വേണ്ടി പോയ സമയത്ത് ഒരു വട്ടി കണ്ടു. കാടിനുള്ളിൽ ഒരു വട്ടി കണ്ടു. അപ്പോൾ ആ വട്ടിയുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ അതിനകത്തൊരു കല്ലിരിക്കുന്നു. അപ്പോൾ അവർ ആ കല്ല് മാറ്റിയിട്ട് ഈ വട്ടി എടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് അതെടുത്ത സമയത്ത് അത് ആ വട്ടി എടുക്കാൻ സാധിക്കുന്നില്ല, കല്ലും അതിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ അവർക്ക് അതിശയമായി. അപ്പോൾ അവർ തൊട്ടടുത്ത നാട്ടിലുള്ള ആൾക്കാരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട്, അതിങ്ങനെ നടക്കുന്നില്ല, അത് എടുക്കാൻ പറ്റുന്നില്ല എന്നാണ്. അവർ വന്ന് നോക്കിയ സമയത്ത്, അവിടുത്തെ ആ നാട്ടിലെ പൗരപ്രമുഖന്മാർ വന്ന് നോക്കിയ സമയത്ത് ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ അവർ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ ചിലർ പറഞ്ഞു ഇത് ദൈവ സാന്നിധ്യമാണ്, ചൈതന്യമാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു ജ്യോതിഷിയെ വെച്ചിട്ട് ഈ കാര്യങ്ങൾ നോക്കിയപ്പോഴാണ് ഈ കല്ലിന് ഒരു ഈശ്വര ചൈതന്യമുണ്ട് എന്ന് കണ്ടെത്തുകയും അത് ശാസ്താവിൻ്റെ ചൈതന്യമാണെന്ന് മനസ്സിലാക്കുകയും ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കല്ലും ഇതും പൂജിക്കാൻ തുടങ്ങി. അത് ക്രമേണ ചെറിയ ക്ഷേത്രമായി. ഇത് അവിടെ തന്നെയാണോ? അവിടെ തന്നെയാണ്. ഇപ്പോൾ കോവിലിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇത് ക്ഷേത്രമായി പിന്നെ വന്നു. പിന്നെ വട്ടിയൂർക്കാവിലെ ഒരു പ്രമുഖ കുടുംബാംഗങ്ങളാണ് ഇതിനെ പരിപാലിച്ചു പോയിരുന്നത്. ഏകദേശം എത്ര വർഷം വരും? ഏകദേശം എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് കാരണം ഈ കേട്ടറിവാണ് കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെ ആ കുടുംബക്കാർ നോക്കാൻ ബുദ്ധിമുട്ട് വന്ന സമയത്ത് ആ ക്ഷേത്രം അയ്യപ്പ സേവാ സംഘത്തിനെ ഏൽപ്പിച്ചു. പിന്നെ അയ്യപ്പ സേവാ സംഘമാണ് ഈ കാര്യങ്ങൾ, അമ്പലത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത്. കാലക്രമേണ അവർക്കും അത് ബുദ്ധിമുട്ട് വന്ന സമയത്ത് പൊതുജനങ്ങളുടെ ഒരു കമ്മിറ്റി, നാട്ടുകാരുടെ ഒരു കമ്മിറ്റിയാണ് ഇന്ന് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അയ്യപ്പ സേവാ സംഘവുമായി ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശവും അവരുടെ കാര്യങ്ങളുമൊക്കെ കേട്ട്
അവരുടെ താല്പര്യം അനുസരിച്ച് ക്ഷേത്രം ഇന്ന് നല്ല നിലയിൽ കൊണ്ടുപോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ആ വട്ടിക്കാവാണ് ഇന്ന് വട്ടിയൂർക്കാവായി. കാവ് ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കാവ് എന്നുള്ള സങ്കല്പം അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ ചിന്തയിൽ വന്നു, ഇതെങ്ങനെ ഒരു കാവ് ഫെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ ഒരു കാവുമായിട്ടൊക്കെ ബന്ധം വരാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അല്ല, അതായിരിക്കാം. അങ്ങനെ ഈ കാവ് ഫെസ്റ്റൊക്കെ നടത്തിയതിൻ്റെ പിന്നിൽ ചിലപ്പം അതിൻ്റെ ഒരു പ്രേരണയും പ്രചോദനവും ഒക്കെ അതിൻ്റെ സംഘാടകർക്ക് ഉണ്ടായിരിക്കാം. അത് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പറയാതെ കാവ് ഫെസ്റ്റായിട്ട് നടത്തിയതായിരിക്കും. സ്ഥലം എന്തായാലും വട്ടിക്കാവ് ആണ് വട്ടിയൂർക്കാവായി മാറിയിട്ടുള്ളത്. ഇത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, കാവ് ഫെസ്റ്റുകൾ നടത്തുന്നത് എപ്പോഴും മറ്റേ ഇടത് ചിന്തകരാണ് കൂടുതൽ. അപ്പം ഇത് സ്വാഭാവികമായിട്ടും ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഇവരൊക്കെ ഒരു കാരണവശാലും പുറത്ത് പറയില്ല. ഈ കാവ് അതിൻ്റെ ആ വട്ടി മാറ്റി കാവ് മാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തുന്നു, വലിയ രീതിയിൽ ഗാനമേള അതൊക്കെയുള്ള പരിപാടി നടത്തുന്നുണ്ട്. ചരിത്രം വേണ്ട എന്ന് വെക്കുകയാണോ അവർ? അല്ല, ഇന്ന് ഇപ്പം നമ്മൾ ലോകമെമ്പാടും നമ്മുടെ പരിസ്ഥിതി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആരാധിക്കാൻ വേണ്ടിയാണ് കാവുകളുടെ സങ്കേതങ്ങൾ, അതിനോടനുബന്ധിച്ചുള്ള കുളങ്ങൾ ഒക്കെ നമ്മൾ സംരക്ഷിച്ചു പോരും. അതെ. പക്ഷേ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇതെല്ലാം നശിച്ചപ്പോൾ ഇന്ന് അതിൻ്റെ പ്രകൃതിയിൽ നമ്മൾ അതിൻ്റെ മാറ്റങ്ങളിന്ന് കാണുന്നു. പ്രകൃതി പലപ്പോഴും നമ്മളോട് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെതാണ് നമുക്ക് വരൾച്ചയും വെള്ളപ്പൊക്കവും ഒക്കെ കാലാവസ്ഥയിൽ തന്നെ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഈ കാവുകളും കുളങ്ങളും ഒക്കെ സംരക്ഷിക്കേണ്ടതെന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിച്ചിരിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണം ഒരു പ്രമുഖമായിട്ട് ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളുമായി വിവിധ സംഘടനകളും ഇന്ന് ഭാരതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇപ്പോൾ കാവുകളെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. ഞാൻ ഈ ജെൻസികളാണ് കൂടുതൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്ത് കാവ്, അല്ലെങ്കിൽ എന്താണ് ഈ വട്ടിക്കാവ്, ഇതിനൊരു ചരിത്രം ഉണ്ടോ എന്ന് ചോദിക്കാൻ പലരും ഈ ചരിത്രം മറച്ചു വയ്ക്കുന്നു. അതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, ഈ ചരിത്രം എന്തിനീ മനഃപൂർവ്വം മറയ്ക്കുന്നു എന്നാണ്. പലപ്പോഴും നമ്മുടെ ചരിത്രങ്ങൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ അത് വലിയ രീതിയിൽ ചരിത്രത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിരവധി കാണാൻ പറ്റുമല്ലോ. നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്ന എന്താ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്, ശിപായി ലഹള എന്ന് പറയുന്നതാണ്. പക്ഷെ നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം തന്നെ നോക്കി, അതിന് എത്രയോ വർഷത്തിനു മുന്നേ തന്നെ ഇവിടെ എത്രയോ പേര് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മരിച്ചിട്ടുണ്ട്. പഴശ്ശിരാജയും മാർത്താണ്ഡവർമ്മയും ഒക്കെ പോരാടിയത് ആർക്കെതിരെയായിരുന്നു. അപ്പം ചരിത്രം നമ്മളങ്ങനെ ഒരു ചരിത്രകാരന്മാരുടെ ഓരോ കാഴ്ചപ്പാടിനനുസരിച്ചാണ് അത് എഴുതുന്നത്. ചരിത്രകാരന്മാർ പലപ്പോഴും ഈ ഇത്തരം ചിന്താഗതിയിലുള്ളവരാണെങ്കിൽ, ഇടത് ചിന്തയിലുള്ളവരാണെങ്കിൽ ആ ചരിത്രം മാറും. ഇപ്പോൾ ഗണപതി വട്ടം ഇതൊക്കെ ഒരു കാലത്ത് ഇപ്പോൾ ഗണപതി വട്ടം ഒരു സ്ഥലം പേരായിരുന്നു, പക്ഷെ അതിപ്പോൾ മാറി മറ്റൊരു പേരിലാണ് നിൽക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ചരിത്രം ഇവർ മാറ്റി എന്നുള്ളൊരു തെളിവാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെയാണ് വട്ടിക്കാവ് ഒരു ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണ്. ഈ ചരിത്രത്തിന്റെ ഭാഗമാണ് ആ ക്ഷേത്രം. ഇപ്പൊ വട്ടിയൂർക്കാവിന് വേറെയും നമ്മളെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ചരിത്രമുണ്ട്. അതെ 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 അതിന്റെ സ്മാരകങ്ങളും വട്ടിയൂർക്കാവിലുണ്ട്. അതെ, വെടിവെപ്പിന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും തമസ്കരിക്കുകയാണ്. നമ്മുടെ CPT ജംഗ്ഷനിൽ അതിൻ്റെ ഒരു സ്തൂപമുണ്ട്. ഇപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ആ ക്ഷേത്രം ഇപ്പോൾ പുനരുദ്ധാരണത്തിന്റെ വക്കിലാണ്. കരിങ്കല്ലിൽ അല്ലേ, ആ ഒരു കൃഷ്ണശിലയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രകൃതിയായിട്ട് അങ്ങ് പറഞ്ഞു, പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്ന് നമുക്ക് ജീവിക്കണം. ഇത്തരം ക്ഷേത്രങ്ങളും അതിന് ചുറ്റുമുള്ള കാവും ഒക്കെ നമ്മൾ സംരക്ഷിക്കണം. ഗോശാലയുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അവിടെ വരുമ്പോൾ തന്നെ അന്തരീക്ഷം മാറും, പോസിറ്റീവ് എനർജിയാണ് അവിടെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുനരുദ്ധാരണം വേണമെന്ന് തീരുമാനിച്ചത്? പുനരുദ്ധാരണം നമ്മൾ ഇപ്പോൾ എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി വരുന്ന സമയത്ത് ഇത് ദൈവികമായി അതിൻ്റെ സങ്കല്പം അനുസരിച്ച് തന്നെ നടക്കണം എന്നുള്ള ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്ന് ദേവപ്രശ്നം നടത്തിയിരുന്നു. അത് ദേവപ്രശ്നം നടത്തുന്നത് തന്നെ നമ്മൾ 10 ജ്യോതിഷികളുടെ പേരെഴുതി ഒരു കുടത്തിൽ ഭഗവാന്റെ മുന്നിൽ പൂജയ്ക്ക് വെച്ചതിന് ശേഷം ശബരിമലയിലെ മേൽശാന്തിയെ തിരഞ്ഞെടുക്കും പോലെ തന്നെ അവിടെ വരുന്ന ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് ഇതിൽ നിന്ന് തുണ്ടെടുപ്പിച്ചു. ആ സമയത്ത് വന്നത് കോഴിക്കോട് അരിക്കുളങ്ങര സോമൻ പണിക്കർ എന്നുള്ള വ്യക്തിയായിരുന്നു. നമുക്ക് യാതൊരു പരിചയമില്ല. പക്ഷെ അദ്ദേഹത്തിനെ നമ്മൾ കണ്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അദ്ദേഹം ദേവപ്രശ്നം വെച്ചു, കുറേ പരിഹാര പൂജകളൊക്കെ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ക്ഷേത്രത്തിൽ ധാരാളം ഭക്തജനങ്ങൾ വരാനും അവരുടെ താല്പര്യങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ നമുക്ക് വിശ്വാസത്തിനനുസരിച്ച് അവരെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 17 വർഷം കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നമ്മളൊരു ദേവപ്രശ്നം വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ
10 ജ്യോത്സ്യരുടെ പേരെഴുതിയിട്ടു. ഇപ്പോൾ സോമൻ പണിക്കർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ പ്രശസ്തനായ ജ്യോതിഷിയാണ്. അദ്ദേഹത്തിൻ്റെ പേരും ഇട്ടു. ഭഗവാന്റെ നിശ്ചയമായിരിക്കും ഈ കുട്ടി തുണ്ടെടുത്തത് അരിക്കുളങ്ങര സുരേഷ് പണിക്കരുടെ പേരാണ്. നമ്മളിതേപോലെ കോഴിക്കോട്ട് പോയി അദ്ദേഹത്തിനെ കണ്ടു സംസാരിച്ചു. അദ്ദേഹം 3 ദിവസം വന്ന് ഇവിടെ ദേവപ്രശ്നം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ കെട്ടിട സമുച്ചയത്തിൽ നിന്നുള്ള കേടുപാടുകൾ തീർക്കാനും ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഭരണസമിതി വിലയിരുത്തിയിട്ടാണ് പുതിയൊരു ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് നമ്മൾ ചിന്തിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കൃഷ്ണശില പൂർണ്ണമായും ശ്രീകോവിലും ചുറ്റമ്പലവും കൃഷ്ണശില കൊണ്ട് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ച് അതിൻ്റെ പണി ഇന്നലെ ആദ്യത്തെ കൃഷ്ണശില അവിടെ വെച്ചു. അതിൻ്റെ ബേസ് വർക്കെല്ലാം കഴിഞ്ഞു ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മഹാക്ഷേത്രങ്ങളിൽ പോകുമ്പോഴാണ് ഇത്തരം ശിലകളിലുള്ള കാണുന്നത്. ഇപ്പം അത് കഴിഞ്ഞ ശേഷം കോൺക്രീറ്റുകളിലേക്ക് മാറി. പഴയ അയ്യപ്പ ക്ഷേത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതിൽ നിന്ന് ഒരുപാട് ബെറ്ററായി. ഫ്രണ്ടിൽ ആനക്കൊട്ടിലേക്ക് കിട്ടിയപ്പോൾ നമുക്ക് വലിയൊരു ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഇതെന്ന്. ഇപ്പോൾ വീണ്ടും നമ്മൾ പഴയ കരോളം ദിവാരം സാറാണ് ആ ആനക്കൊട്ടലിൻ്റെ ശില്പി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർക്കാണെന്ന് തോന്നുന്നു വട്ടിയൂർക്കാവ് അമ്പലത്തിൽ ചെയ്ത്. അതിനുശേഷം ഈ ചുറ്റുപാടുള്ള അമ്പലങ്ങളിൽ മുഴുവനും അദ്ദേഹം ക്ഷേത്രം നിർമ്മിക്കാനും ഇതുപോലെ ആനക്കൊട്ടൽ നിർമ്മിക്കാനും ഇപ്പോൾ വളരെ പ്രശസ്തമായിട്ട് ഇന്ദിരാനഗറിലെ ദേവീക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വം. അപ്പോൾ അതൊരു ഗംഭീരമായ തുടക്കമായിരുന്നു അദ്ദേഹത്തിന്. അപ്പം വട്ടിയൂർക്കാവ് നിവാസികൾക്ക്, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് അത് കാണുമ്പോൾ ഒരു അഭിമാനവും സന്തോഷവും. കാര്യം നമ്മുടെ ക്ഷേത്രങ്ങൾ ഇങ്ങനെയൊക്കെ ഉയരുന്നുണ്ടല്ലോ. ഒരു എനർജിയെ നമ്മൾ വിശ്വസിച്ച് ആ എനർജിയെ എങ്ങനെയൊക്കെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, അത് എനർജി എങ്ങനെയാണ് ഒരു ഭക്തനിലേക്ക് വരുന്നത്, അതിനുവേണ്ടി ക്ഷേത്ര കമ്മിറ്റിക്കാർ എത്രത്തോളം അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നു എന്നുള്ള സാധനമൊക്കെ നമുക്ക് കണ്ട് വന്നതാണ്. ഇപ്പോൾ ഒരു പുതിയൊരു ക്ഷേത്ര സമുച്ചയത്തിലേക്ക് പോകുന്നു. ശ്രീകോവിലും ചുറ്റമ്പലവും കൊടിമരത്തോടു കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതിൻ്റെ ബഡ്ജറ്റ് തന്നെ ഏകദേശം 5 കോടി രൂപയാണ് നമ്മൾ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഭഗവാന്റെ ഇതുകൊണ്ട് നമുക്കത് പൂർത്തീകരിക്കാൻ ആ സമയത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. എല്ലാ ഭക്തജനങ്ങളുടെയും അയ്യപ്പ ഭക്തന്മാരുടെയൊക്കെ സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. അല്ല, എനിക്കിതിലൊരു ചരിത്രം ചോദിക്കാനുള്ളത് എന്തായാലും അവിടുത്തെ പ്രതിഷ്ഠയെക്കുറിച്ചാണ്. നമുക്ക് അറിയാലോ, ലോക പ്രശസ്തമായ അയ്യപ്പ ക്ഷേത്രം ശാസ്താക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. ശബരിമലയിൽ 1956 ശബരിമല ക്ഷേത്രം നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു കൂട്ടർ അത് തീവച്ച് നശിപ്പിച്ചു. അത് പുനരുദ്ധാരണം നടക്കുന്ന സമയത്ത് അവിടുത്തെ വിഗ്രഹം, ആ ഒരു വിഗ്രഹം ദേശീയ തലത്തിലൊരു പരിക്രമണം നടത്തിയിരുന്നു. അതിനുപയോഗിച്ച വിഗ്രഹമാണ് എന്തോ കാരണം കൊണ്ട് അത് ശബരിമലയിൽ പ്രതിഷ്ഠിച്ചില്ല. ആ വിഗ്രഹമാണ് അന്ന് അയ്യപ്പ സേവാ സംഘം ഇവിടെ വട്ടിയൂർക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏതൊരാളിനും ഇവിടുത്തെ വിഗ്രഹവും അയ്യപ്പൻ്റെ വിഗ്രഹവും നോക്കിയാൽ ഒരേ അളവും ഒരേ രൂപവും ഒരേ ഭാവവുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തീ വെച്ച് നശിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വിഗ്രഹം ഇന്ന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത, ഇല്ലെങ്കിൽ അതിന് മുന്നിട്ടിറങ്ങിയ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ വട്ടിയൂർക്കാവിലെ ഇവിടുത്തെ അന്ന് പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹമെടുത്ത് അവിടുത്തെ കിണറ്റിലിട്ടിരുന്നു. അപ്പോൾ ഇവിടെയും പുനരുദ്ധാരണം ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ആ പുനരുദ്ധാരണം വന്ന സമയത്താണ് ആ പരിക്രമണത്തിന് കൊണ്ടുപോയ ഈ ശാസ്താവിൻ്റെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതാണ് ശബരിമലയും ഇവിടെയുമായിട്ടുള്ള ബന്ധമുണ്ട്. അതെ. അപ്പോൾ അങ്ങ് പറഞ്ഞു ആ ക്ഷേത്രം അവിടെ ശരിക്കും ഈ വിഗ്രഹം ശബരിമലയിൽ പ്രതിഷ്ഠിക്കേണ്ടതായിരുന്നു. അത് അന്നൊരു രാഷ്ട്രീയമുണ്ട് ഇതിലുണ്ടായിരുന്നു. അതിപ്പോൾ ദേവസ്വം ബോർഡുകളാണല്ലോ. അത് എനിക്കറിയില്ല. അതിൻ്റെ ആ ഒരു കാലഘട്ടം, അതിൻ്റെ ചരിത്രം എനിക്കറിയില്ല. എന്തായാലും അയ്യപ്പ സേവാ സംഘത്തിന് അതിൽ നല്ല പങ്കുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. കാരണം അയ്യപ്പ സേവാ സംഘത്തിൻ്റെ മുൻ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള പരമേശ്വരൻ നായരാണ് ഈ കാര്യം എന്നോട് പറഞ്ഞത്. അദ്ദേഹം ഒരിക്കൽ അമ്പലത്തിൽ വന്ന സമയത്ത്, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ കാണുന്ന സമയത്താണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്, ഇതിൻ്റെ ചരിത്രമൊക്കെ അറിയോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ വിഗ്രഹത്തിനും ഇങ്ങനെ ഒരു ചരിത്രമുണ്ടെന്ന് അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത ആളാണ്. നമ്മൾ എല്ലാവരും അറിയപ്പെടും, മിന്നൽ പരമേശ്വരൻ നായർ എന്ന് അറിയപ്പെടുന്ന കേരളത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് ഈ ചരിത്രം എന്നോട് പറഞ്ഞത്. ശബരിമലയ്ക്ക് പോകാൻ കഴിയാത്തവർ പല പ്രശ്നങ്ങൾ കൊണ്ടും പോകാൻ പറ്റില്ല. അപ്പം യുവതികൾക്ക് അവിടെ പ്രവേശനമില്ല. അങ്ങനെ ചടങ്ങിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നു.
അപ്പോൾ അത്തരക്കാർക്ക് എന്തായാലും ശബരിമല പോയില്ലെങ്കിലും വട്ടിയൂർക്കാവ് അയ്യപ്പ തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ വരാം. ഇവിടെയുള്ള നമ്മുടെ സ്ത്രീകൾക്ക്, ഇവിടെ നമുക്ക് സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. അമ്മമാർക്കും സ്ത്രീകൾക്കും എല്ലാം ഇവിടെ വന്ന് ഭഗവാനെ തൊഴാം, വഴിപാടുകൾ നടത്താം. മറ്റൊരു പ്രത്യേകത, ഈ ശനിദോഷ കാരകനാണ് ശാസ്താവ്. അപ്പോൾ ശനിദോഷം ബാധിച്ചിരിക്കുന്ന ആൾക്കാരുടെ ആ ശനിദോഷ പരിഹാരത്തിന് വേണ്ടിയുള്ള വഴിപാടുകൾ ധാരാളമായി ആൾക്കാർ ഇവിടെ ചെയ്യുന്നുണ്ട്. നെയ്യഭിഷേകം, രാവിലെ നെയ്യഭിഷേകം നടത്താറുണ്ട്. അത് കഴിഞ്ഞാൽ ഈ നീരാഞ്ജനം വഴിപാടായി നടത്താം. ശനിയാഴ്ച ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നീരാഞ്ജനം നടത്താൻ വേണ്ടി ഇവിടെ ഈ ക്ഷേത്ര സന്നിധിയിൽ വരുന്നത്. അവരുടെയൊക്കെ അനുഭവങ്ങളും വ്യത്യസ്തമാണ്. അവരുടെ ഓരോ കാര്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ദുരിതങ്ങൾ, അവരുടെ വിഷമങ്ങളെല്ലാം ഈ അയ്യപ്പൻ്റെ മുന്നിൽ ഒന്ന് പറഞ്ഞാൽ അത് മാറുന്നു എന്നുള്ളത് പലരുടെയും അനുഭവത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഭാരതം മൊത്തവും പരിക്രമണം ചെയ്ത ഒരു വിഗ്രഹമാണ്. ആ എനർജി ഇത്തിരി കൂടുതൽ ഒരാളുടെ അല്ല, ഒരുപാട് പേരുടെ പ്രയത്നം, ഒരുപാട് മനസ്സാ സങ്കല്പിച്ച് അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചാണ്. അപ്പം അതിന് എന്തായാലും എനർജി കൂടും. ഭഗവാന് ഭയങ്കര ശക്തിയാണ്. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ, ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എന്തൊക്കെയാണ് പ്ലാനിങ് ഉള്ളത്? ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഈ ചുറ്റമ്പലം നിർമ്മാണമാണ്. അത് നമ്മൾ ഈ കൃഷ്ണശില തൃച്ചിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. തൃച്ചിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൃഷ്ണശിലയിലാണ് പൂർണ്ണമായിട്ടും നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീകോവിലും ശാസ്താവിൻ്റെ ഉണ്ട്, പുറത്ത് ശിവൻ്റെ ഉപദേവൻ എന്നുള്ളൊരു ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അതിൻ്റെ 2 ശ്രീകോവിലും നമ്മൾ തേക്കിൻ്റെ തടിയാണ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത്. ചുറ്റമ്പലത്തിൽ നമ്മൾ ആഞ്ഞിലിയുടെ തടി കൊണ്ട് ഉപയോഗിക്കുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ചെമ്പ് പാളിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ പിന്നെ കൊടിമര പ്രതിഷ്ഠ, അതോടുകൂടി ഈ ഇപ്പോൾ ബാലാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവാനെ തിരിച്ച് മൂലസ്ഥാനത്തിലേക്ക് നമുക്ക് അങ്ങ് മാറ്റാൻ സാധിക്കും. നേരത്തെ എല്ലാവരും കൂടെ ഒരു കോമ്പൗണ്ടിനകത്തായിരുന്നു. അതെ, മുരുകനും ദേവിയും ദുർഗയും ഭഗവാൻ ശിവനും നാഗരും എല്ലാവരും ഒരു കോമ്പൗണ്ട്. ഇപ്പം ഇതെല്ലാം സെപ്പറേറ്റ് ആവും അല്ലേ? അല്ല, ഇപ്പം ശിവൻ്റെ പ്രതിഷ്ഠ മാത്രം. ശിവൻ നേരത്തെ ഇരുന്നത് ഈ ഭഗവാൻ അയ്യപ്പൻ്റെ അടുത്താണ്. അപ്പം നമുക്ക് അയ്യപ്പനെ ഒരു പ്രതിഷ്ഠ വയ്ക്കാൻ സാധിക്കില്ല, കാരണം ആ ബലിക്കല്ലുകളെല്ലാം ഇരിക്കുന്നുണ്ട്, പറ്റില്ലായിരുന്നു. ഇപ്പോൾ അത് ശിവൻ്റെ പ്രതിഷ്ഠ ഇതേപോലെ വലിയ ഒരു ശ്രീകോവിൽ തന്നെ പുറത്ത് നാലമ്പലത്തിന് പുറത്ത് പണിത് എല്ലാ ശ്രീകോവിലിൻ്റെ ശാസ്താവിൻ്റെ ശ്രീകോവിലിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്ത് അങ്ങനെ ശിവൻ്റെ ശ്രീകോവിൽ പുറത്താക്കും. ബാക്കി എല്ലാ ഉപദേവന്മാരും അകത്ത് തന്നെ പ്രതിഷ്ഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചേട്ടാ, അവിടെ ഈ നമ്മൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഇപ്പോൾ എനിക്കെന്തെങ്കിലും എൻ്റെ മനസ്സിൽ എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. ഞാനും ഭഗവാനുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ അർച്ചനയുടെ വഴിപാടിൻ്റെ പേരിനായിരിക്കും അത് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, അത് നടത്താനായി ഞാൻ അവിടെ എങ്ങനെയാണ് വരേണ്ടത്? നമ്മൾ എന്താണോ സങ്കല്പിക്കുന്നത് അതനുസരിച്ച് നമുക്ക് വഴിപാട് നടത്താം. ധാരാളം ആൾക്കാർ ശനിദോഷത്തിനാണ് അവിടെ വരുന്നത്. പിന്നെ പലരും അവിടെ വന്നിട്ട് അവരുടെ ആഗ്രഹങ്ങൾ പറയാറുണ്ട്. ജോലിക്ക് ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത്, ടെസ്റ്റിന് പോകുന്ന ആൾക്കാർ അവർ വന്നിട്ട് അവർ ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്. അത് മിക്കവാറും എല്ലാം നടന്നു എന്ന് തന്നെ നമുക്ക് അനുഭവസ്ഥർ അങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ ആദ്യത്തെ ശമ്പളം 1 രൂപ പോലും എടുക്കാതെ നിരവധി ആൾക്കാർ അവിടെ അമ്പലത്തിൽ കൊണ്ടുവന്ന് സംഭാവനയായി സമർപ്പിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ചോദിക്കുമ്പോൾ അവരുടെ അനുഭവം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, അവിടെ ഉപദേവതയായി നമ്മൾ ദുർഗാദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. ആ ദുർഗാദേവിയുടെ പ്രതിഷ്ഠയിൽ നോക്കുമ്പോൾ നമുക്ക് ധാരാളം ആൾക്കാർ ഈ താലി സ്വർണത്തിലെ താലി കൊണ്ട് സമർപ്പിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകളുടെ വിവാഹം നടക്കുന്നില്ലായിരുന്നു, ഈ അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വിവാഹം നടന്നു, അതുകൊണ്ട് സ്വർണ്ണത്താലി അവിടെ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ എങ്ങനെ പോയാലും ഒരു 100 സ്വർണ്ണത്താലി കൂടുതൽ അമ്മയ്ക്ക് ഇതായിട്ട് കിട്ടാറുണ്ട്. സ്കൂൾ തുറക്കുന്ന അവസരങ്ങളിൽ, കോളേജ് തുറക്കുന്ന അവസരങ്ങളിൽ ഇതുപോലെ അമ്മയ്ക്ക് സ്വർണ്ണ പൊട്ട് സമർപ്പിക്കുന്നു. അപ്പോൾ ആ കുട്ടികളെ ചോദിക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട്, ഈ ആൺകുട്ടികളായ പെൺകുട്ടികളും ഈ സ്കൂളിലൊക്കെ ഇപ്പോൾ സരസ്വതി വിദ്യാലയം, ഭാരതീയ വിദ്യാലയം, അവർ പറയാറുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഇയാൾക്ക് 95% ഉണ്ടായിരുന്നു, 95% മാർക്കുണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന് ഇത്ര % ഉണ്ടായിരുന്നു, ഡിഗ്രിക്ക് ഇത്ര അഡ്മിഷൻ മാർക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷത്തോടെ ദേവിക്ക് സ്വർണ്ണപ്പെട്ട് സമർപ്പിക്കുന്ന ഇതുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പൂജയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശമാണ് നമ്മൾ ജീവനക്കാർക്ക് കൊടുത്തിട്ടുള്ളത്. തന്ത്രി എന്താണോ നിർദ്ദേശിക്കുന്നത് അതിൽ ഒരു അല്പം പോലും നമ്മൾ വ്യത്യാസമില്ലാതെ പൂജ കൃത്യമായി നടക്കുന്നു. അതുകൊണ്ട് ഭഗവാന്റെ ചൈതന്യം
എന്തായാലും അതിൻ്റെ നടയിൽ വരുന്നവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ അവിടുത്തെ ഉത്സവം എന്നാണ് ശരിക്കും? ഉത്സവം നമ്മൾ വൃശ്ചിക മാസം 1 മുതൽ 41 ദിവസമാണ് നമ്മുടെ മണ്ഡലകാല ഉത്സവമായി നടത്തുന്നത്. അവസാനത്തെ മണ്ഡലകാലത്തെ അവസാനത്തെ 3 ദിവസത്തെ ഉത്സവമാണ്. അത് ഒരു ദിവസം നമ്മൾ ആനപ്പുറത്ത് ഭഗവാനെ നമ്മുടെ സമാജത്തിൽ നിറപറ എടുക്കുന്നതിന് വേണ്ടി ഒരു പ്രദക്ഷിണം, നഗരപ്രദക്ഷിണം എന്നുള്ള രീതിയിൽ ഘോഷയാത്രയോടുകൂടി നമ്മൾ നടത്താറുണ്ട്. പിന്നെ നമ്മുടെ അമ്പലങ്ങളിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 27 വർഷം നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരും ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല ആ ക്ഷേത്രത്തിൽ. ക്ഷേത്രം. കാരണം നമുക്കൊരു ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ വിമുക്തമാക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് കഴിഞ്ഞ 27 വർഷമായിട്ട് ഒരു രാഷ്ട്രീയക്കാരനെയും നമ്മൾ ഒരു പരിപാടിക്കും ക്ഷണിച്ചിട്ടില്ല. രാഷ്ട്രീയ വിരോധം കൊണ്ടല്ല, ഒരാളും വേണ്ട എന്നുള്ളതാണ്. അപ്പം എനിക്കൊരു രാഷ്ട്രീയ വിശ്വാസമുണ്ട്. ആ രാഷ്ട്രീയ വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളിനെ പോലും നമ്മൾ പങ്കെടുപ്പിക്കില്ല. നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ ഒരു ഔദ്യോഗിക ചടങ്ങിന് നമ്മളൊരു രാഷ്ട്രീയക്കാരെ വിളിക്കാറില്ല. സാംസ്കാരിക നായകന്മാർ, ക്ഷേത്ര വിശ്വാസികൾ, ഹൈന്ദവ നേതാക്കന്മാർ, മഠാധിപതികൾ, ഇവരൊക്കെയാണ് പങ്കെടുക്കുന്നത്. തീർച്ചയായും ചേട്ടാ, ഇത്രയും 27 വർഷത്തെ പഴക്കം ചരിത്രമൊക്കെ നമുക്കിപ്പോൾ അങ്ങ് ഏറ്റെടുത്ത ഭരണസമിതി ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സർവീസ് ആക്ടിവിറ്റീസുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ നാടിന് വേണ്ടിയിട്ട്? ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ അനുബന്ധിച്ച് നമ്മൾ ഈ കുരുവിക്കട എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ 35 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മളവിടെ ഈ പുനരുദ്ധാരണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഗോശാല, അവിടെ ഉണ്ടായിരുന്ന പശുക്കളെ ഇങ്ങോട്ട് മാറ്റി ഇവിടെ ഗോശാല വിപുലീകരിച്ചു. ഇപ്പം നമുക്ക് 13 പശുക്കൾ ഈ ഗോശാലയിലുണ്ട്. അത് ഒരു സാമൂഹ്യ ബോധത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. മൊത്തത്തിൽ നമുക്കതിൻ്റെ പ്രവർത്തനം നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നഷ്ടമാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ആ ചുറ്റുപാടുള്ള വീട്ടുകാർക്ക്, നമ്മുടെ പ്രദേശത്തുള്ള അമ്പലത്തിൽ വരുന്നവർക്കെല്ലാം ശുദ്ധമായ പാല്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. പാല് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അപ്പോഴും തന്നെ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകും. ഒരു ദിവസം പോലും 1 ലിറ്റർ പാല് പോലും മിച്ചം വരില്ല. കിട്ടുന്നില്ല എന്നുള്ള പരാതി, അല്ലെങ്കിൽ ആ ഭക്തജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. ഈ ക്ഷേത്ര ചടങ്ങുകൾക്കും ഈ പശുവിൻ്റെ അതെ, അവിടുത്തെ അഭിഷേകത്തിനെല്ലാം ഈ ശുദ്ധമായ ഈ പശു പാലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതൊരു സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ള രീതിയിലാണ് നമുക്ക് അല്പം നഷ്ടമാണെങ്കിലും ഇത് ചെയ്യുന്നത്. കാരണം കുട്ടികൾ നമ്മൾ നല്ല ശുദ്ധമായ പാല് കഴിക്കട്ടെ എന്നുള്ളതിലാണ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ പ്രദേശത്തുള്ള പാവപ്പെട്ട, പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളുടെ അവരുടെ പഠനത്തിന് സഹായം ചെയ്തു കൊടുക്കുക. അങ്ങനെ നമുക്ക് നിലവിൽ 10 കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലെടുത്ത് പറയേണ്ടത് ഒരു നമ്മൾ അമ്പലം പഠിപ്പിച്ച ഒരു കുട്ടി ബിടെക് പാസ്സായി ഇന്ന് ISROയിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥയാണ്. അത് ശരിക്കും ഭഗവാന്റെ അനുഗ്രഹത്തിൽ അത് നമുക്ക് ആ കുടുംബത്തെ സഹായിക്കാൻ പറ്റി എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. ഇപ്പോഴും 10 കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ക്ഷേത്ര ഭരണസഭയുടെ മുന്നിൽ വരുന്ന ഈ ചികിത്സാ സഹായങ്ങൾ, അതിന് നമ്മൾ ജാതി മത ഭേദം ഒന്നും നോക്കാറില്ല, രാഷ്ട്രീയം ഒന്നും നോക്കാറില്ല. അതിന് നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഒരു 3 പേരടങ്ങുന്ന ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഈ 3 പേരടങ്ങുന്ന കമ്മിറ്റിയെ നമ്മൾ ഏൽപ്പിക്കും. അവർ ആ വീട്ടിൽ പോയിട്ട് അവർക്ക് അതിന് അർഹതയുണ്ടോ, അതായത് അവരുടെ സാമ്പത്തിക പിന്നോക്ക അവസ്ഥയാണോ എന്ന് കണ്ട് അവരൊരു റിപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിൽ നിന്നൊരു തുക, അവരുടെ അസുഖത്തിൻ്റെ നോക്കിയിട്ടൊരു തുക, എന്തായാലും 5000 രൂപ കൂടുതൽ നമ്മൾ സഹായിക്കും. ക്ഷേത്രം നമ്മുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ഒരു ഭക്തൻ്റെ ആശ്രയ കേന്ദ്രമായി മാറണം എന്നുള്ളതാണ് സങ്കല്പം. അതുകൊണ്ട് അവരുടെ ആശ്രയമായി വന്ന് നമ്മളോടൊരു കാര്യം പറയുന്നത് അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ട്. എന്തായാലും ചേട്ടാ, ഇങ്ങനെ ഒരു ക്ഷേത്രം ഒരു നാടിന് വേണ്ടിയിട്ട് ആ നാടിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. പല ക്ഷേത്രങ്ങളും കുടുംബക്ഷേത്രങ്ങളായി മാറി അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്തരം ക്ഷേത്രങ്ങൾ വളർന്നു വരുമ്പോൾ അത് നാടിന് തന്നെയാണ് ഗുണം ചെയ്യുന്നതെന്ന് എനിക്കിപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ ബോധ്യമാകുന്നത്. ക്ഷേത്രങ്ങൾ നാടിൻ്റെ മുഖച്ഛായമാണ്. അതെ, കാരണം നാടിൻ്റെ സാംസ്കാരിക കേന്ദ്രങ്ങളായി മാറണം. അതെ, തീർച്ചയായും. ഇന്നിപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ യുവതലമുറ പലരും വിഷമിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ ഓരോ പ്രവൃത്തികൾ. അപ്പോൾ കുട്ടികളെ ആത്മീയതയിലേക്ക്, ഈശ്വര സങ്കല്പത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരെ നല്ല നല്ല പൗരന്മാരാക്കി മാറ്റി നമുക്ക് രാഷ്ട്രത്തിന് സംഭാവന ചെയ്യാൻ സാധിക്കണം. അതിന് ക്ഷേത്രങ്ങൾക്കൊരു വലിയ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഭരണസമിതിയാണ് ഈ ക്ഷേത്രം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസവും ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ഭാവങ്ങളും ചേട്ടാ. ശരി, സന്തോഷം. നമസ്തേ.